ഹായ് ഹലോ എം ജെ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ ഇന്ന് രാവിലെ നല്ലൊരു മഴയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മുടെ ചെടിയൊക്കെ ഞാൻ ഒന്ന് പരിചയപ്പെടുത്തി തരാം. ചെടി എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലെ ചെടികളെല്ലാം പോയി കേട്ടോ. നമ്മുടെ ആദ്യത്തെ ചാനലിൽ നമ്മുടെ ചെടിയുടെ വീഡിയോസൊക്കെ ഉണ്ടായിരുന്നു. നമുക്കൊന്ന് ഒരുപാട് ചെടിയൊക്കെ ഉണ്ടായിരുന്നു. ഈ മഴക്കാലം കൂടെയൊക്കെ ആയപ്പോഴത്തേക്കിന് എൻ്റെ ചെടിയെല്ലാം പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലെ ചെടികളൊക്കെയാണ് ഞാൻ നിങ്ങളെ ഇന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. നിങ്ങളുടെയൊക്കെ വീട്ടിലെ ചെടികളൊക്കെ ഇപ്പോഴും ഉണ്ടോ? എന്താണെന്ന് വെച്ചാൽ ഈ മഴയൊക്കെ ആകുമ്പോൾ കുറേ ചീഞ്ഞൊക്കെ പോവുകയും അതായത് അട്ടുപോവും, അഴുകിപ്പോവും, അങ്ങനെയൊക്കെ പോകുന്നുണ്ട് കേട്ടോ ചെടികളൊക്കെ. അപ്പം നമ്മുടെ വീട്ടിലെ ചെടികളുടെ ഇടയിൽ നമ്മുടെ മുരിങ്ങക്കോല് അതൊക്കെ നട്ടൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. അത് ഇതിനോട് ചേർത്ത് നട്ട് വെച്ചേക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതൊക്കെയാണ് എൻ്റെ ചെടികൾ എന്ന് പറയുന്നത്. എല്ലാം മഴ നനഞ്ഞ് നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ഈ വെയിലൊന്നും ഒരുപാട് കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ടെല്ലാം നശിച്ച് പോകുന്നത്. അപ്പം ഇതൊക്കെയാണ്. മുല്ലയിലൊന്നും പോകുന്നുമില്ല താനും കേട്ടോ. പിന്നെ കുറേ ചെടികളൊന്നും ഇല്ല, ഒത്തിരി ഉണ്ടായിരുന്നു, പക്ഷെ എല്ലാം പോയതാണ് കേട്ടോ. പക്ഷെ എനിക്കിഷ്ടമുള്ളൊരു ചെടിയാണ് ഞാനിപ്പോൾ ഈ കാണിച്ചു തരുന്നത്. ഇതിൻ്റെ പേരെന്താണെന്നൊന്നും എനിക്കറിയില്ല, എങ്കിലും എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ അതിന് നിന്ന് പൂവുണ്ട്, ആ പൂവ് എളുപ്പമൊന്നും വാടിപ്പോകില്ല. പിന്നെ ഈ ചെടിയുടെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ചട്ടിയിൽ തൂക്കിയിടുന്ന ചെടി, അത് നമ്മുടെ ഈ കോവിഡിൻ്റെ സമയത്താണ് ഇത് കൂടുതലായിട്ട് എല്ലാ വീടുകളിലും ഉണ്ടായിരുന്നു. അപ്പം ഞാൻ രാവിലെ തന്നെ നമ്മുടെ ഷോപ്പിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയതാണ് കേട്ടോ. അപ്പം നമ്മുടെ ചെടിയൊക്കെ ഒന്ന് നോക്കിയേക്കാമെന്ന് വിചാരിച്ചു. എന്നുവെച്ചാൽ ഇപ്പം നമുക്ക് ശ്രദ്ധയൊന്നും ഇല്ല, ചെടിയിലോട്ടൊന്നും വലിയ നോട്ടമൊന്നും ഇല്ല. എന്താണെന്ന് വെച്ചാൽ മഴയായപ്പോഴത്തേനും എല്ലാം പോയി എന്ന് പറയാം. അപ്പം ഇതൊക്കെയാണ് വയമ്പെന്ന് പറയുന്നത്. നമ്മുടെ ആദ്യത്തെ വീഡിയോയിലുണ്ട് കേട്ടോ ഈ ചെടിയെക്കുറിച്ച്. ഓരോ ചെടിയും ഞാൻ അന്ന് അതിനകത്ത് എടുത്തെടുത്ത് കാണിച്ചാണ് ഞാൻ വീഡിയോ ഒക്കെ ഇട്ടിട്ടുള്ളത്. ഇപ്പം എൻ്റെ ചെടിയെല്ലാം പോയി. ഇനിയിപ്പം ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് വേണം ചെടിയെല്ലാം ഒന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ മുറ്റത്തെ റംബുട്ടാനാണിത് കേട്ടോ. ഇപ്പം എല്ലാം അവിടെ റംബുട്ടാനുണ്ടെന്ന് അറിയാം, പക്ഷേ ഇത് നല്ല മധുരമാണേ. പക്ഷെ ഇത്തവണ ഒന്നും തന്നെ കിട്ടിയില്ല. എന്ന് വെച്ചാൽ ഒത്തിരി അങ്ങ് കൊഴിഞ്ഞു പോയി. പിന്നെ ഞാൻ വവ്വാലങ്ങ് ഒരുപാട് പിടിച്ചു, അത് കാരണം ഒത്തിരി പോയി കേട്ടോ. അതുകൊണ്ട് ഇത്തവണ നമുക്കൊന്നും കിട്ടിയില്ല. ഇനിയിപ്പോൾ നമ്മുടെ ഷോപ്പിലേക്ക് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മുടെ ഷോപ്പിൻ്റെ ഭാഗമാണ് കേട്ടോ. ഷോപ്പിൻ്റെ ഭാഗത്ത് ഞാൻ ഇവിടെയും ഒരുപാട് ചെടികൾ നട്ടു വെച്ചിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ആ സമയത്ത് നമ്മൾ കുറേ ചെടികളെന്ന് വെച്ചാൽ ഒരു 10-20 മൂടി ചെടികൾ നമ്മൾ ചട്ടിയിലൊക്കെ ആക്കിയിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ചെടികളാണ്. പൂക്കളുള്ളതിനെക്കാട്ടിൽ എനിക്ക് ഇലച്ചെടിയോടാണ് ഒരുപാട് ഇഷ്ടം. അപ്പോൾ എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്, എന്ത് ഇലച്ചെടിയാണ് കൂടുതൽ ഇഷ്ടം, ഒരുപാട് ഇലച്ചെടികളാണല്ലോ ഇവിടെ ഉള്ളത് എന്നെല്ലാം എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്ക് കൂടുതൽ ഇലച്ചെടിയോടാണ്. എന്ന് വെച്ചാൽ അത് നല്ല ഭംഗിയല്ലേ കാണാൻ. പൂവുള്ളതിനെ ഇഷ്ടമാണ്, പൂവുള്ള ചെടിയും ഇഷ്ടമാണ്. പക്ഷെ എന്നാലും ഇലച്ചെടികൾ എപ്പോഴും പച്ചിപ്പാണല്ലോ, അത് കാരണമാണ്. ഇത് ഞാൻ നട്ടുപിടിപ്പിച്ച ഒന്നും അല്ല കേട്ടോ. ഈ ചെറിയ അതൊരു മരുന്നാണെന്ന് പറയുന്നത്. ചേച്ചി എന്നോട് പറഞ്ഞത് മരുന്നാണെന്ന് പറഞ്ഞു. അതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല, പക്ഷേ അതൊരു മരുന്നാണ്. ഞാൻ നട്ടൊന്നും പിടിപ്പിച്ചതൊന്നുമല്ല. മറ്റേ ചെറിയ സാധനം എന്ന് വെച്ചാൽ ഇപ്പം അതിന് നല്ല വിലയൊക്കെ കിട്ടുമെന്നൊക്കെ ഇങ്ങനെ പറയുന്ന കേൾക്കാം. അതെങ്ങനെയോ അതിനകത്ത് പിടിച്ചതാണ് കേട്ടോ. പിന്നെ ഇതൊക്കെ അത് അല്ലാതെ ഒരുപാട് ഒരു ചട്ടിയിലുള്ളതായിരുന്നു, പക്ഷെ അത് അഴുകിപ്പോയത് കാരണം ഞാനിപ്പം അതിൻ്റെ ഒരു ഇച്ചിരി എടുത്ത് മാറ്റി നട്ടതാണ് കേട്ടോ. കുറേ ചെടി എൻ്റെ ഇവിടെ വെച്ചതും പോയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ ഉണക്ക സമയത്ത് കുറേ ചെടി അങ്ങനെ പോയായിരുന്നു. എങ്കിലും ഞാൻ മാക്സിമം അതിനെ സൂക്ഷിക്കുന്നുണ്ട്. കുറേ പുതിയ പുതിയ ചെടികളൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ വീട്ടിലെ ചെടിയും കൂടെ ഒന്ന് നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാനുണ്ട്. അപ്പം നിങ്ങൾക്കൊക്കെ ഇഷ്ടമായെന്ന് കരുതുന്ന നമ്മുടെ ചെറിയ ചെറിയ സന്തോഷങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. അപ്പം ഞങ്ങളുടെ ഈ സന്തോഷങ്ങളിൽ നിങ്ങളും പങ്കുചേരും എന്ന് കരുതുകയാണ് കേട്ടോ. ഇത് ഞാൻ ഒരു യാത്ര പോയപ്പോൾ എനിക്ക് മേടിച്ചതാണ് ഞാൻ ഈ ചെറിയ ചെടിയെന്ന് കണ്ടത്. അത് നല്ല ഭംഗിയാണ്. അത് പ്ലാസ്റ്റിക് മോഡലാണ്. അത് കണ്ടാൽ അത് പ്ലാസ്റ്റിക് പോലെയാണ് ഇരിക്കുന്നത്. പക്ഷേ അതിൻ്റെ ഈ ചെടിയുടെ ഒന്നും പേരൊന്നും കൂടുതലായിട്ടൊന്നും എനിക്കറിയില്ല. എങ്കിലും ചെടിയെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അത് കാരണം നമ്മൾ നട്ട് വളർത്തിയിരിക്കുന്നു. ഇതാണ് നമ്മുടെ ഷോപ്പിൻ്റെ ഭാഗത്താണ് ഞാനിപ്പോൾ വീഡിയോ കാണിക്കുന്നത്. വീട്ടിൽ നിന്ന് കുറച്ച് അകലമേ ഉള്ളൂ നമ്മൾ ഷോപ്പിലേക്ക് വരാൻ. നമ്മൾ ഷോപ്പിനകത്ത് നമ്മൾ ചെടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഷോപ്പിൻ്റെ ഒരു വീഡിയോ ഞാൻ ഉടനെ തന്നെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. നമ്മുടെ ഷോപ്പിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഇതുവരെ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടില്ല. അത് ഞാൻ ഉടനെ തന്നെ ഇട്ട് തരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോ കാണും വരെ ഓക്കെ, ബൈ ബൈ.